ഐസറിൽ കോഴ്സ് സയൻസ് മാത്സ് അല്ലാതെ വേറെ എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ? ഐസറിലുണ്ടല്ലോ. ഇപ്പം ഐസർ എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്കൽ സയൻസസ്, മാത്തമാറ്റിക്കൽ സയൻസസ് ഇത് മാത്രമാണെന്ന് വിചാരിക്കേണ്ട. വേറെ കോഴ്സുകളിലെയും ഫൗണ്ടേഷണൽ സംഭവങ്ങൾ പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ അവർക്ക് BS in എക്കണോമിക്സ് ഉണ്ട്, അതായത് എക്കണോമിക് സയൻസസ് എന്ന് പറയുന്ന വിഷയം. ഇതിൽ ഐസർ ഭോപ്പാലിലാണ് ഇതുള്ളത്. അപ്പോൾ പക്ഷെ അവിടെ നമുക്ക് ഈ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 11th and 12th മാത്ത് പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. 11th and 12th എക്കണോമിക്സ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഈ Tier 1 കോളേജുകളിൽ നമ്മൾ എക്കണോമിക്സിൻ്റെ കോഴ്സിന് പോകുമ്പോഴത്തേനും മാത്സ് പഠിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യകത. കാരണം ഇതിലെ ഈ കോഴ്സുകൾ, സബ് കോഴ്സുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് അടക്കം ഇതിൻ്റെ ഭാഗമാണ്. 11th and 12th അല്ലേ നമ്മൾ ഈ കാൽക്കുലസ് എന്നുള്ള വാക്ക് തന്നെ കേൾക്കുന്നത്. അതുവരെ നമ്മളിതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊന്നും പഠിക്കാത്ത ഒരാളാണ് ഇവിടേക്ക് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്ന് ആലോചിച്ച് നോക്കൂ. സോ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ഐസറിൽ ഇതുണ്ടോ എന്നുള്ളതാണ്. ഐസർ എക്കണോമിക്സ് ഉണ്ട്. പിന്നെ ഐസറിൽ നമ്മൾ ഏത് ഐസറിൽ എന്ത് കോഴ്സ് പഠിക്കുമ്പോഴും ഐസർ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു റിസർച്ചിൻ്റെ സാധനം ഉണ്ടല്ലോ, അതിനെ പരിപോഷിപ്പിക്കുന്ന തരത്തിലാണ് ആ കോഴ്സ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഫൗണ്ടേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അത് പല ഏരിയയിൽ നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. റിസർച്ചിൻ്റെ ഏരിയയിലായിക്കോട്ടെ, അല്ലെങ്കിൽ അക്കാഡമിക്സിൻ്റെ ഏരിയയിലായിക്കോട്ടെ. ഇനി കുറേ ആൾക്കാർ ഐസറിലൊക്കെ പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മാനേജ്മെൻറ്റ് കോഴ്സസ് പഠിക്കും, അവർക്കായിക്കോട്ടെ. അപ്പോൾ അവർക്കെല്ലാം പ്രയോജനപ്രദമാകുന്ന വിധമാണ് ഐസറിലെ ഏത് കോഴ്സുകളും അവർ ഡിസൈൻ ചെയ്യുന്നത്. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.